Astro Guru, where the wisdom of the cosmos lights your path. നമസ്കാരം. ഈ 2026-2027 പുതുവർഷഫലം നമുക്കൊന്ന് നോക്കാം. മലയാള മാസം 1202 ആണ്ട് ചിത്തിര നക്ഷത്രത്തിന് 7:59 AM സംക്രമണം നടക്കുന്നു. സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ ഫലമൊന്നും നോക്കാം. ഇത് ഒരു വർഷത്തെ ഫലമാണ്. അപ്പൊ ഒരു വർഷത്തെ ഫലമായതുകൊണ്ട് തന്നെ പല ഗ്രഹങ്ങളുടെ ട്രാൻസിഷന് നമ്മൾക്കിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. സപ്പോസ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ശനിയുണ്ട്. അതുപോലെ ശനിയുടെ ട്രാൻസിഷൻ 2.5 വർഷമാണ്. പക്ഷെ ശനി അടുത്ത വർഷം മാറുന്നുണ്ട്. അതേമാതിരി വ്യാഴത്തിന്റെ 1 വർഷമാണ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഗോചാരം ഒന്നും ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇടയ്ക്കത്തെ ഈ പറയുന്ന വ്യാഴത്തിന്റെ ആയിട്ടുള്ള ചേഞ്ച്. അതുപോലെ ഈ വർഷം തന്നെ രാഹുവും കേതുവും മാറുന്നുണ്ട്. അപ്പൊ അത് മേജറായിട്ടുള്ള ഒരു ഇവന്റ് ആണ്. രാഹു കേതു മാറുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾ തടസ്സങ്ങൾ കൊണ്ടുത്തരുന്നതാണ്. കാരണം ഇപ്പം നമുക്ക് ശനി നോക്കിക്കഴിഞ്ഞാലും അല്ലെന്നുവരിയിലെ വ്യാഴമൊക്കെ നോക്കിയിട്ട് പൊതുവെ വ്യാഴം എന്ന് പറഞ്ഞാൽ നല്ല ഫലങ്ങൾ മാത്രം കൊണ്ടുത്തരുന്നതാണ്. അപ്പം ഈ ഒരു ഗ്രഹത്തിൻ്റെ പകർച്ചയെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചില നല്ല ഗുണങ്ങളിൽ വ്യാഴം കൊണ്ടുത്തരുമ്പം അതിനെയൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ കഴിവുള്ള 1-2 ഗ്രഹമാണ് ഈ രാഹു കേതുക്കളെ. സാധാരണ ഗ്രഹങ്ങളെല്ലാം മുമ്പോട്ടാണ് കറങ്ങുന്നത് ക്ലോക്ക് വൈസ്. അപ്പൊ ഈ രാഹു കേതുക്കളെ ആന്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. ഈ ജൂൺ 2 വ്യാഴം മാറുകയുണ്ടായി. അതിനുശേഷം ശനി വക്രത്തിൽ പോവുകയുണ്ടായി. അപ്പോൾ പല കേസിലും ഈ വക്രത്തിൽ ഈ കൂടുതലായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന ചില ആൾക്കാരുടെ ബർത്തിയായിട്ടിലെ ശനിയും വ്യാഴവും ഒക്കെ വക്രത്തിലാവും. അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് ഇത് വക്രത്തിലുള്ള സമയത്ത് അഫക്റ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പോൾ വ്യാഴം ബർത്തിയായിട്ടിലെ വക്രത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വിദേശത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതുപോലെ വ്യാഴവും ചന്ദ്രനും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ ജനിച്ച സ്ഥലത്തുനിന്ന് മാറി താമസിക്കാനും വേറെ സ്ഥലത്ത് ജോലി ചെയ്യാനും ഒക്കെ ഒരുപാട് സാധ്യതകളാണുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രൻ എന്ന ട്രാവലിൻ്റെ കൂടെ ഗ്രഹമാണ്. അതുപോലെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ കൂടെ രാഹു നിൽക്കുന്നവർക്ക് ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്യാനുള്ള യോഗമുണ്ട്. അതുപോലെ വ്യാഴം രാഹു ചന്ദ്രന് ഇങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ വൃത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് യാത്ര ചെയ്യാനായിട്ട് വരാം. അതുപോലെ ഈ പറയുന്ന വ്യാഴം വീനസ് നല്ല രാഹു അതേമാതിരി ശനി ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് മൾട്ടി മില്യണർ യോഗ എന്ന് പറയും. ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാനുള്ള യോഗമുണ്ട്. അങ്ങനെ നമ്മുടെ ബർത്തിയാട്ടിലെ കണക്ടിവിറ്റി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മെർക്കുറി കേതു ഒക്കെ കണക്ട് ചെയ്യുക, അതായത് ബുധനും കേതു കണക്ട് ആയിട്ടുണ്ടെന്നൊരു 100% ആൾ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പറയാൻ പറ്റുമെന്ന് പറയാം. അതേമാതിരി ചില ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യാഴം അതുപോലെ മെർക്കുറി ഈ പറയുന്ന ബുധനും ഒക്കെ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ, അതല്ല രീതിയിൽ വ്യാഴവും വീനസും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഹൗസ് നല്ല വീട് വാങ്ങിക്കാൻ, അതിൻ്റെ കൂടെ നല്ല രാഹു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 വീടൊക്കെ വായിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ വ്യാഴവും ചൊവ്വ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ലാൻഡ് പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. പ്രത്യേകിച്ച് രാഹു ഒക്കെ കൂടി നിൽക്കാവുന്നവർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 1-ൽ കൂടുതൽ പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ ഈ വ്യാഴം രാഹു ഒക്കെ ചില ആൾക്കാർക്ക് ചേർന്ന് നിൽക്കുന്ന വൃത്തിയായിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് പല രീതിയിലുള്ള കൊച്ചിലെ ചില അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു കണക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ബർത്തിയായിട്ടിലെ കണക്ടിവിറ്റി അത് ആമുഖമായിട്ട് പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഇത് കാര്യത്തിലോട്ട് കടക്കാം. അപ്പം ജൂൺ 2 വ്യാഴം കർക്കിടക രാശിയിലോട്ട് മാറുകയുണ്ടായി. എന്നാൽ ഒക്ടോബർ 31 വ്യാഴം കർക്കിടക രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലോട്ട് മാറുകയാണ്. എന്നാൽ ഈ ഒക്ടോബർ 31 മാറുന്ന വ്യാഴം ജൂൺ 24 തിരിച്ച് പിന്നെയും കർക്കിടക രാശിയിലോട്ട് വരുന്നു. അപ്പൊ ഏകദേശം ഒരു 84-85 ദിവസമാണ് നമുക്കൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ ഒരു പീരീഡ് ഒന്ന് നോട്ട് ചെയ്യണം. കാരണം ഈ ഒക്ടോബർ 31 മുതൽ ജൂൺ 24 വരെയുള്ള ഒരു പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും നല്ലതായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുത്തരും. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം, ഇപ്പൊ നമുക്കിപ്പോൾ വ്യാഴത്തിന്റെ കാര്യം കൺസിഡർ ചെയ്തു. എന്നാൽ 2027 ജൂണില് വീണ്ടും വ്യാഴത്തിന്റെ ട്രാൻസിഷൻ വരുന്നുണ്ട്. അല്ലെന്ന് ഈ പറയുന്ന ഗോചാരത്തിലോട്ട് രാശി പരിവർത്തനവും നടക്കുന്നുണ്ട്. അതുപോലെ ശനിക്കാണേലും 2027 മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ശനി സഞ്ചരിക്കുന്ന മീനൻ രാശിയിലാണ്. ജൂൺ 3 2027 ശനിയും മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലോട്ട് മാറുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള പല രീതിയിലുള്ള വ്യത്യാസം വരുമെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹു കേതുക്കൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രാഹു കേതുക്കളുടെ ട്രാൻസിഷൻ പറഞ്ഞു 1.5 വർഷമാണ്. അപ്പം രാഹു കേതുക്കള് ഡിസംബർ 5 2026, അതായത് ഈ വർഷം തന്നെ 2026 ഡിസംബർ 5 രാഹു കേതു മാറുന്നുണ്ട്. രാഹു കേതു മാറുന്ന രണ്ടും ഒറ്റ ടൈമിലാണ് മാറുന്നത്. സാധാരണ ഗ്രഹങ്ങൾ മാതിരിയല്ല,
കാരണം ഇവിടെ ഗ്രഹണമൊക്കെ കൊണ്ടുത്തരുന്ന ഗ്രഹങ്ങളാണ് ഈ രാഹു കേതുക്കൾ. പല രീതിയിലും പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുത്തരാൻ കഴിവുള്ള ഗ്രഹങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ വ്യാഴം പലതും അനുകൂലമായിട്ട് തരുന്നത്, കാരണം വ്യാഴം നമുക്ക് നല്ല ചിന്താഗതികളെ നന്മ മാത്രം കൊണ്ടുത്തരുള്ളൂ. പക്ഷെ എന്നാൽ ഇവിടെ നമ്മൾ ഈ രാഹു കേതു മാറുമ്പോൾ നമുക്ക് ചില രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുത്തരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുൾപ്പെടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. 2026 ഡിസംബർ 5-ാം തീയതി 8:03 PM രാഹു കേതുക്കളുടെ രാശി പരിവർത്തനം നടക്കും. രാഹു ഇവിടെ കുംഭൻ രാശിയിൽ നിന്നും മകരൻ രാശിയിലോട്ട് വരുന്നു. അതുപോലെ കേതുവിനെ നോക്കിക്കഴിഞ്ഞാൽ ചിങ്ങൻ രാശിയിൽ നിന്ന് കർക്കടക രാശിയിലോട്ട്. കാരണം ഇതെപ്പോഴും ഓപ്പോസിറ്റാണ് മൂവ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ ഈ ഒരു 2 ഗ്രഹങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്നു. അപ്പോൾ ഓരോ ആൾക്കാർക്ക് എന്തൊക്കെ അതിൻ്റെതായിട്ടുള്ള ഫലപ്രവചനത്തിൽ വ്യത്യാസം വരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ഒരു ഡേറ്റുകൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയത്തില്ല ഇനിമേ. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റുകൾ നോട്ട് ചെയ്യണം. ആ മാസം മാത്രമേ പറഞ്ഞു പോകത്തുള്ളൂ. പിന്നെ നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി, സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ ഗൈഡ് ചെയ്യുകയാണ്, നമ്മളെ ത്രൂ ഔട്ട് ലൈഫിലെ കാര്യങ്ങളെ കൂട്ടിക്കൊണ്ട് കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങളെ കണക്ക് വെക്കാൻ. കാരണം നമ്മുടെ ബർത്തിയായിട്ട് ചില യോഗം ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. നമ്മുടെ ഓരോ എവരി ക്രിയേഷൻ ഈസ് ക്രിയേറ്റഡ് ഫോർ എ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടിയെയും ഓരോ സൃഷ്ടിക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ നമ്മളെ ഓരോ കർമ്മം ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ പ്രകൃതി നമ്മളിവിടെ നിയോഗിച്ചേക്കുന്നത്. അപ്പം നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ചെയ്യുമ്പോഴേ അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പം ബർത്തിയായിട്ട് നമുക്ക് ഒരു 50% ഒരു സപ്പോർട്ട് ചെയ്യുന്നു. ബാക്കി 25% നമ്മുടെ നല്ല കർമ്മങ്ങൾ. അതേമാതിരി ഇന്നത്തെ കാലത്ത് ഈ ന്യൂമറോളജിക്കലി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആൾക്കാർക്ക്, ചില നമ്പേഴ്സിൻ്റെ എനർജി കയറി ബാലൻസ് ആയിട്ട് പല രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് മൊബൈൽ ന്യൂമറോളജി എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പം ന്യൂമറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്, പല ഇമ്പാക്റ്റുകൾ വരാറുണ്ട്. അതേമാതിരി വാസ്തുപരമായിട്ടുള്ള പല രീതിയിലുള്ള ചില ഡയറക്ഷനിലൊക്കെ കൊണ്ട ടോയ്ലറ്റുമൊക്കെ പ്രത്യേകിച്ച് നോർത്തൊക്കെ എന്നുള്ള ബിസിനസ്സിൻ്റെ ഗ്രഹമാണ്. ബിസിനസ്സിൻ്റെ ഗ്രഹം എന്ന് മെർക്കുറിയാണ് ഭരിക്കുന്നത്. അതുപോലെ വെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ശനിയാണ് ഭരിക്കുന്നത്. അപ്പോൾ തൊഴിലിന് തടസ്സം അങ്ങനെയുള്ള ഡയറക്ഷൻ ടോയ്ലറ്റ് വന്നാൽ, അതുപോലെ സൗത്ത് ഈസ്റ്റിലൊക്കെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ശുക്രനാണ് ഭരിക്കുന്നത്. പല രീതിയിലുള്ള പൈസ സമ്പാദ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പൈസ നഷ്ടപ്പെടുക, പൈസ സമ്പാദിക്കാൻ പറ്റില്ല, ദാരിദ്ര്യം അനുഭവിക്കുക, നമ്മുടെ സമ്പത്ത് നശിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഓരോ ഡയറക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ വിചാരിക്കും ഇതൊക്കെ ചുമ്മാന്ന്, കാരണം ഇത് പ്രകൃതി എനർജി, ഇവിടെ ജാതി മതങ്ങളും ഒക്കെ എന്നുള്ള മനുഷ്യരാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾ മാക്സിമം പറ്റുന്നത് എന്തെങ്കിലും നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു 10% പറ്റുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. ദാനധർമ്മമാണ് എല്ലാത്തിനെയും പോസിറ്റീവ് ആക്കാനുള്ള. ഒരു പാവങ്ങൾക്കില്ലാത്ത ഒരു വയറൊട്ടി നടക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുക. അപ്പോൾ പലതും നമുക്ക് പോസിറ്റീവായിട്ട് വരും. അല്ലാതെ അടുത്ത ഇന്ന ആൾ ഒരുപാടുണ്ട് നമ്മളങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. പ്രകൃതിക്ക് ഒരു എനർജി ഉണ്ട്, അതെപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ മേജർ ട്രാൻസിഷൻ പീരീഡ് പറഞ്ഞു, ശനിയുടെ പറഞ്ഞു, രാഹു കേതുക്കളെ പറഞ്ഞു, വ്യാഴത്തിൻ്റെ പറഞ്ഞു. അതുപോലെ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ട്രാൻസിഷൻ പീരീഡ് വളരെ കുറവാണ്. ചൊവ്വാഴ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് 48 ദിവസം വേണമെന്ന് പറയാം. അതുപോലെ ശുക്രൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 27 ദിവസം, ഒരു മാസം. അല്ലാതെ ബാക്കി മെർക്കുറി ബുധൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 15-18 ആ ഒരു രീതിയിൽ ഏകദേശം കണക്കൂട്ടിയാൽ മതി. കാരണം ഇതിനകത്തൊക്കെ വക്രങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ആവറേജ് പല ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം നോക്കുക ഒരു മാസത്തിൽ താഴെ എന്നുള്ള രീതിയിൽ വിചാരിക്കുക. അതുപോലെ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ 2.25 ദിവസം മാത്രമേ ഉള്ളൂ. ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ മെയിനായിട്ട് ഇവിടെ പറയാനുള്ള ഈ രാഹു കേതുക്കളുടെ മാറ്റം കൊണ്ട് തന്നെ പല രീതിയിലുള്ള ഇമ്പാക്റ്റുകളെ ഈ ഒരു വർഷം ഇവിടെ നടന്നിരിക്കും. പ്രത്യേകിച്ച് 2027 സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിന് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ പുതിയൊരു വൈറസ് വരാനുള്ളതും വേൾഡ് ഫൈനാൻഷ്യൽ ക്രൈസിസ്, അതായത് ലോക സാമ്പത്തിക തകർച്ച എന്ന് പറയുന്ന ഒരു കാര്യം നടക്കാനുണ്ട്. അത് ഈ ഒരു 2027 അടുത്ത വർഷത്തോടുകൂടി നടക്കും. അതുപോലെ പുതിയൊരു വൈറസ് ഏകദേശം ഒരു ഓഗസ്റ്റ് മാസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അടുത്തടുപ്പിച്ച് അത് കഴിയുന്ന ഒരു സമയത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി, സാധ്യതകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വർഷത്തെ ഫലമെന്ന് പറഞ്ഞാൽ പൊതുവെ മിക്സായിട്ടുള്ള റിസൾട്ടാകും. പല രാജ്യങ്ങൾക്കും അല്ല ലീഡർഷിപ്പിനും പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാൻ അത്ര ഈസി ആയിരിക്കില്ല. രക്തച്ചൊരിച്ചിലുകൾ അല്ല ഏറ്റുമുട്ടലുകൾ അങ്ങനെ ഇന്ത്യയിലും അല്ലാതെ വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പല സാധ്യതകളും. അപ്പോൾ ഈ ഒരു രാഹു കേതുക്കളുടെ മാറ്റം, ശനിയുടെ മാറ്റം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പല രീതിയിലുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക അനിശ്ചിതാവസ്ഥ, അതേമാതിരി രക്തച്ചൊരിച്ചിലുകൾ, പ്രത്യേകിച്ച് ചൊവ്വാടൊക്കെ ചില ഇതിനൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ട്. അതുപോലെ പുതിയ വൈറസിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഈ വർഷം ഫലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.
അതുപോലെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ ബൃഹനാടി നക്ഷത്രനാടി വേദിക് അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നെയിം അലൈൻമെൻറ്റ് ബ്രാൻഡ് അലൈൻമെൻറ്റ് ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ കൺസൾട്ടേഷൻ ഓൺലൈൻ കൺസൾട്ടേഷനോ ഒക്കെ ഉണ്ടെന്നതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ മൊബൈൽ ന്യൂമറോളജി ബന്ധപ്പെട്ടായിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അലൈൻമെൻറ്റ് വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങളുണ്ടെന്നതിൽ അറിയിക്കുക. അതുപോലെ ഇവിടെ ഇതിനകത്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റ് പുതിയ പല സബ്ജക്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ധനുരാശിയെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴമാണ് ഇവിടുത്തെ നക്ഷത്രാധിപനെ. ഇവിടുത്തെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ മൂലം, പൂരാടം, ഉത്രാടം എന്നിവയാണ്. അപ്പോൾ ഇവിടെ മൂലത്തെ കൺട്രോൾ ചെയ്യുന്ന കേതുവാണ്, ചൊവ്വാകർമ്മയാണ്. പൂരാടത്തെ കൺട്രോൾ ചെയ്യുന്ന ശുക്രനാണ്, ബുധകർമ്മയാണ്. അതുപോലെ ഉത്രാടത്തെ നോക്കിക്കഴിഞ്ഞാൽ ഉത്രാടത്തെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ഗുരുകർമ്മയാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മകാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം 8ലാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു അപ്രതീക്ഷിതമായിട്ട് ചെറിയ ലോട്ടറി അടിക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യം പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല രാഹുവൊക്കെ 3, 6, 10, 11 അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊസിഷനിൽ ബർത്തിയാട്ടിൽ രാഹുവൊക്കെ പ്രത്യേകിച്ച് ശുക്രമായിട്ടൊക്കെ അലൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ലോട്ടറി അടിക്കാനൊക്കെ ഉള്ളൊരു ട്രാൻസിഷനിൽ അനുകൂലമായിട്ടുള്ള സമയമാണെന്നതിൽ ലോട്ടറി അടിക്കാനൊക്കെ ഉള്ളൊരു അനുകൂല സാഹചര്യങ്ങൾ. അതുപോലെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. പിന്നെ അനാവശ്യമായിട്ട് നിലനിന്നിരുന്ന ചെറിയ എക്സ്പെൻസുകളൊക്കെ കൂടിയിരുന്ന ആൾക്കാർക്ക് അതൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ളൂ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെക്കാനും വീട് മൂടി പിടിപ്പിക്കാനും വീടിൻ്റെ എന്തെങ്കിലും മെയിൻ്റനൻസ് അല്ലെങ്കിൽ വീടിൻ്റെ തറക്കല്ലിടാൻ പുതിയ വീടിൻ്റെ എന്തെങ്കിലും പണി ചെയ്യാൻ നല്ല രീതിയിൽ അതിൻ്റെ മോഡിഫിക്കേഷൻ നടത്താൻ വണ്ടി വാങ്ങിക്കാൻ വണ്ടി മൂടി പിടിപ്പിക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ വീട്ടിലൊക്കെ നല്ല സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ വരാനെടുക്കാൻ ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക്. അതുപോലെ സഹോദരങ്ങളൊക്കെ കണ്ടുമുട്ടാൻ, അതുപോലെ നല്ല നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാനെടുക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ ഒക്ടോബർ 31, 2026 വ്യാഴത്തിൻ്റെ രാശി പരിവർത്തനം നടക്കുന്നുണ്ട്. അപ്പം കർക്കിടക രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലോട്ട് വ്യാഴം മാറുന്നുണ്ട്. അത് ഏകദേശം 84 ദിവസമാണ്. അതായത് ജാനുവരി 24-ാം തീയതി വരെ ഇത് നീണ്ടു നിൽക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ പല രീതിയിലുള്ള നല്ലതായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നതാണ് ഈ ഒരു രാശിക്കാർക്ക്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ട ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സാഹചര്യങ്ങൾ വരാൻ, ഉപരിപഠനം ചെയ്യാൻ അല്ലെങ്കിൽ വിദേശത്തൊക്കെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നീറ്റ്, IELTS അങ്ങനെയൊക്കെ എക്സാം എഴുതിയിരിക്കുന്നവർക്ക് നല്ല റിസൾട്ട് വരാൻ, നല്ല പെർഫോം ചെയ്യാൻ, വിസ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല നല്ല ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് ക്രിപ്റ്റോ, ഫോറക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെയൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകാൻ, അതുപോലെ നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ, നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാൻ, എന്നും തുറന്നു പറയാൻ, അതുപോലെ വളരെ നാളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരുന്ന പ്രണയമൊക്കെ തുറന്നു പറയാൻ, സാക്ഷാത്കരിക്കാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാനാണ് വരുന്നത്. അതുപോലെ സഹോദരങ്ങളൊക്കെ കണ്ടുമുട്ടാൻ, അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്താൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാൻ, നിങ്ങൾ വീടൊക്കെ പ്രോപ്പർട്ടിയൊക്കെ പാർട്ടീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. അതേപോലെ ശനിയാണേലും ഈ ഒരു രാശിക്കാർക്ക് 4-ലാണ് നിൽക്കുന്നത്. അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട് പണിയാനും വീടും കൂടി പിടിപ്പിക്കാനും അങ്ങനെ പല രീതിയിൽ വ്യാഴവും ശനിയും അനുകൂലമാണ്. അതുപോലെ തൊഴിൽപരമായിട്ടുള്ള പല രീതിയിലുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് മാറാൻ, പുതിയ ജോലി കിട്ടാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയം. പിന്നെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഫോറിൻ ട്രാവൽ ചെയ്യാൻ, അതുപോലെ അൺനെസറി ആയിട്ട് നിന്നിരുന്ന ഒരുപാട് എക്സ്പെൻസ് ചിലവുകളൊക്കെ ഒരു പരിധി വരെ കുറയാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, ജോലി സംബന്ധമായിട്ട് പുതിയ കരാറുകളെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ എഗ്രിമെൻ്റ് കരാറൊക്കെ കിട്ടാൻ, തൊഴിലിനകത്തൊക്കെ ഒരു ഉയർച്ച വരാനും ബിസിനസ്സിനകത്തൊക്കെ ഒരു ഉയർച്ച വരാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ 2027 ജൂൺ 3-ാം തീയതി വീണ്ടും ആ ശനിയുടേതായിട്ടുള്ളൊരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ 4-ൽ നിൽക്കുന്ന ശനി 5-ലോട്ട് പോകും. അപ്പോഴും നല്ല പല രീതിയിലായിട്ടുള്ള ഉയർച്ചകളെ അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസ് വരാൻ, ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഫേവറബിളായിട്ട് വരാൻ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാൻ, ഈ ഉപരിപഠനത്തിന് നല്ല സാഹചര്യങ്ങൾ വരാൻ, തെളിഞ്ഞു വരാൻ, അങ്ങനെ പല രീതിയിൽ ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനും കുട്ടികളുണ്ടാകാനും പല രീതിയിലൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പക്ഷേ അതുവരിയിൽ ഈ ഡിസംബർ 5-ാം തീയതി 2026 ഡിസംബർ 5-ന് രാഹു കേതുക്കളായിട്ടുള്ളൊരു മാറ്റം വരുന്നു. ആ മാറ്റം വരുമ്പോഴെന്നുള്ള കേതു 9-ൽ നിൽക്കുന്ന കേതു നേരെ 8-ലോട്ട് പോകുന്നു. അതുപോലെ
3 നിൽക്കുന്ന രാഹു നേരെ 2 പോകുന്നു. അപ്പോൾ ഈ 2 പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഇൻകമിന് ഒരു തടസ്സം വരാന് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ചില വരുമാനങ്ങൾ അവിടെ സ്രോതസ് മുടങ്ങാനൊക്കെ ഉള്ള ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ, ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഈ കേതുവിൻ്റെ ആയിട്ടുള്ള മാറ്റങ്ങൾ. ഒന്നിലെ അലർജികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു വൈറൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റൊമക്ക് അപ്സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രഹങ്ങളെയൊക്കെ പോസിറ്റീവാക്കാൻ രുദ്രാഭിഷേകം ചെയ്യുന്നത് നല്ലതാണ്. രാഹുവിനെ കേതുവിനെ പോസിറ്റീവാക്കാനും അതുപോലെ മുള്ളങ്കി ദാനം ചെയ്യുന്നത് രാഹുവിനെ പോസിറ്റീവാക്കാൻ നല്ലതാണ്. അതുപോലെ എള്ള് ദാനം ചെയ്യുന്നത് കേതുവിനെ പോസിറ്റീവാക്കാൻ നല്ലതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ അല്ലെങ്കിൽ ഈ പാവങ്ങൾക്ക് അല്ലെങ്കിൽ ഈ എള്ള് മുട്ടായിയൊക്കെ ദാനം ചെയ്യുന്നത് കേതുവിനെ പോസിറ്റീവാക്കാനുള്ളത് നല്ലതാണ്. അതുപോലെ കറുത്ത നായ്ക്കളെ സേവിക്കുന്നത്, കറുത്ത നായ്ക്കൾക്ക് തീറ്റ കൊടുക്കുന്നത് ഒക്കെ കേതുവിനെ പോസിറ്റീവാക്കാൻ നല്ലതാണ്. നല്ല കറുത്ത നായ്ക്കളെ വളർത്തുകാരൊക്കെ ഒക്കെ ചെയ്യുന്നത് വളരെ അനുകൂലമാണ്. ഗണപതിയുടെ അമ്പലങ്ങളിൽ ദർഭദാനം ചെയ്യുക, ഗണപതി ശ്ലോകങ്ങൾ ചൊല്ലാം, അതൊക്കെ എന്ന് പറഞ്ഞാൽ കേതുവിൻ്റെ റേഡിയേഷൻപ്പെട്ടാണ്. അതുപോലെ മുരുകനൊക്കെ എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ റേഡിയേഷൻപ്പെട്ടാണ്. മുരുകന് കൽക്കണ്ടം ദാനം ചെയ്യുക, പനിനീര് ദാനം ചെയ്യുക, നേർച്ചയായിട്ട് വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പല ഗ്രഹങ്ങളെ പോസിറ്റീവാക്കാനുള്ള പല കാര്യങ്ങളും പല കർമ്മങ്ങളും പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കല്ലന്നൂരിലെ നവഗ്രഹങ്ങളെ എങ്ങനെ പോസിറ്റീവാക്കാവുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ധനുരാശിയെ പറ്റി പറയാനാണെന്നൊരു ഇവരുടെ നക്ഷത്രാധിപൻ വ്യാഴമാണെന്ന് പറഞ്ഞു. അപ്പം ഈ വ്യാഴത്തെ പോസിറ്റീവാക്കാൻ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്കൊക്കെ നല്ലതായിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ സംരക്ഷിക്കുന്നത്, അവർക്ക് എഴുതാനൊക്കെ ഉള്ള പഠിക്കാനൊക്കെ ഉള്ള ഉപകരണങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, ബുക്ക്, പെൻസില്, പെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ വ്യാഴത്തെ പോസിറ്റീവാക്കാൻ നല്ലതാണ്. അതുപോലെ മഞ്ഞ മണി ദാനം ചെയ്യുന്നത്, അതുപോലെ ഒരു പിങ്ക് ഓഫ് മഞ്ഞൾ വെള്ളത്തിനകത്തിട്ട് കുളിക്കുന്നതൊക്കെ നല്ലതാണ് ഈ പറയുന്ന വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ. അതുപോലെ മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുന്നത്, മഞ്ഞ ചരടൊക്കെ കയ്യിലോ കഴുത്തിലൊക്കെ കിട്ടുക, അങ്ങനെയൊക്കെ അല്ലെ സ്വർണ്ണമാലയൊക്കെ യൂസ് ചെയ്യുന്നതും വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള കൂടുതലായിട്ടുള്ള കർമ്മമാണ്. ഈ ഒരു രാശിക്കാർക്ക് വ്യാഴത്തെ പോസിറ്റീവാക്കി വെക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ഗുരുസ്തോത്രം ചൊല്ലുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൂലത്തിനാണെന്നൊരു കേതുവിനെ പോസിറ്റീവാക്കേണ്ടതുകൊണ്ട്, അതുപോലെ ചൊവ്വ കർമ്മ അങ്ങനെയുള്ളത് കൊണ്ട് ഈ ചൊവ്വ കർമ്മ ആയതുകൊണ്ട് ഇവർക്ക് ബ്ലഡ് ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ചുവന്ന വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അമ്പലങ്ങളിൽ ചുവന്ന പട്ട് ദാനം ചെയ്യാം. അങ്ങനെയൊക്കെ അതുപോലെ നിങ്ങൾക്ക് ബർത്തിയാട്ടിലൊക്കെ ഇവർക്ക് എന്തെങ്കിലും ചൊവ്വ വ്യാഴമൊക്കെ കളക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെ ഉണ്ടെന്ന് വരിയിൽ അവർക്ക് ചിലപ്പം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ തവണ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു ബ്ലഡ് റെമഡി എന്നൊക്കെ പറയുന്നത് റെമഡിയൊക്കെ ചെയ്തു പോകുന്നത്, ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇതിൻ്റെ ആയിട്ടുള്ള കാഠിന്യം കുറയ്ക്കാൻ വളരെ അനുകൂലമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഈ പുരാണത്തെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രന് ബുധകർമ്മ എന്ന് പറയുമ്പോൾ ബുധൻ സോഷ്യൽ മീഡിയയുടെ ഫേസ്ബുക്ക് അല്ലെ പ്രിൻറ്റിങ് ടെക്നോളജി അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ഈ പറയുന്ന ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയൊക്കെ ഉള്ള ഇതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക, സോഷ്യൽ മീഡിയയെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുക. അതുപോലെ ശുക്രനൊക്കെ എന്ന് പറഞ്ഞാൽ അണിഞ്ഞൊരുങ്ങാനൊക്കെ ഉള്ള ആള്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ദാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് 12-24 വയസ്സുള്ള പെൺകുട്ടികൾക്ക് ശുക്രന്റെ റേഡിയേഷനായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ദാനം ചെയ്യുക, അല്ലെങ്കിൽ വസ്ത്രം ദാനം ചെയ്യുന്നത്, കൺമഷി അല്ലെങ്കിൽ മേക്കപ്പ് സെറ്റുകൾ, വസ്ത്രങ്ങൾ, അണിഞ്ഞൊരുങ്ങാനുള്ള എന്തെങ്കിലും പെർഫ്യൂംസ് ഇങ്ങനെയൊക്കെ ഉള്ള ദാനം ചെയ്യുന്നത് ഈ പറയുന്ന ശുക്രനെ പോസിറ്റീവ് ആക്കാൻ. അതുപോലെ വൃത്തിയായിട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത് ശുക്രനെ കൂടെ പോസിറ്റീവ് ആക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ ക്രിസ്റ്റൽ മാല കഴുത്തിലിട്ട് നടക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. ഭൈരവലക്ഷ്മി മന്ത്രം ജപിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനാണ്. അങ്ങനെ ഒരു സമ്പത്ത് കാര്യങ്ങളൊക്കെ ഐശ്വര്യങ്ങളൊക്കെ കൂടാനൊക്കെ ഉള്ള സഹായിക്കും. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഉത്രാടത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സൂര്യനാണ് ഗുരുകർമ്മം. അപ്പോൾ ഈ ഗുരുവിൻ്റെ ആയിട്ടുള്ള കർമ്മങ്ങൾ ഇവരും കൂടുതൽ അനുഷ്ഠിക്കുക. ഇത് കൂടാതെ സൂര്യനെ പോസിറ്റീവ് ആക്കാൻ ഗോതമ്പ് ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേമാതിരി സൺ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. സൂര്യന് ജലം ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് സൂര്യനെ പോസിറ്റീവ് ആക്കാൻ. അതുപോലെ വിഷ്ണു സഹസ്രനാമം ചെയ്യുന്നത്, ആദിത്യ സ്തോത്രം ചെയ്യുന്നത് ഒക്കെ സൂര്യനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ്.